शुभं करोतु कल्याणम् आरोग्यं धनसम्पदः लक्ष्मीः कौस्तुभपारिजातकसुरा धन्वन्तरिश्चन्द्रमा धेनुकामदुघासुरेश्वरगजो ब्रह्मादिदेवाङ्गना अश्वः सप्तमुखो विषं हरिधनु शङ्खो मृतं चाम्बुधे रत्नानीति चतुर्दश प्रतिदिनं कुर्वन्तु नो मङ्गलम् कुर्वन्तु नो मङ्गलम् कुर्वन्तु नो मङ्गलम्। നാടൻ രീതിയിൽ പറയുന്ന തലനീരിറക്കം എന്നുള്ള ഒരു രോഗത്തിന് ആയുർവേദത്തിൻ്റെ ചികിത്സാ തത്വപ്രകാരം ഒരു ശാസ്ത്രീയ വശമുണ്ട്. അതായത് വാതം, പിത്തം, കഫം എന്നിവയുടെ സമമായ പ്രവർത്തനം ആരോഗ്യവും അതിൻ്റെ ഏതെങ്കിലും ഒന്ന് ഏറ്റക്കുറച്ചിൽ വരുമ്പോൾ, അതായത് കഫമോ പിത്തവോ വായുവോ ഒന്ന് കൂടിയോ കുറയോ ചെയ്യുമ്പോൾ നമുക്കത് രോഗം ആകുകയും ചെയ്യുന്നു. തലനീരിറക്കം എന്ന് പറയുന്ന രോഗത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ശിരസിൽ സഞ്ചയിക്കുന്ന അതായത് ശിരസിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ജലം, അതായത് നീർക്കെട്ടുകൾ, കഫത്തിൻ്റെ ഒരു വികാരം കൊണ്ടാണ് നീർക്കെട്ടുകൾ ഉണ്ടാകുന്നത്. നമ്മുടെ ശരീരത്തിൽ കഫത്തിൻ്റെ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെള്ളത്തിൻ്റെ കർമ്മം നിർവഹിക്കുന്നതാണ്. അപ്പം ശിരസിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വെള്ളം, അതായത് നീർക്കെട്ടുകൾ, ഈ നീർക്കെട്ടുകൾ പല പ്രകാരേണ നമുക്കത് രോഗത്തിനെ ഉണ്ടാക്കുന്നു. ശിരസ് എന്ന് പറഞ്ഞാൽ ആയുർവേദ ചികിത്സാ തത്വപ്രകാരം ശിരസ് ഒരു വൃക്ഷത്തിൻ്റെ വേര് എന്ന് പറയാം. ഈ വേര് നല്ല വേരാണെങ്കിൽ വൃക്ഷത്തിൻ്റെ ശാഖകൾ നല്ല ആരോഗ്യമുള്ളതായിരിക്കും, നല്ല ബലമുള്ളതായിരിക്കും. അതുപോലെ തന്നെ ശിരസിൽ സഞ്ചയിക്കുന്ന നീർക്കെട്ടുകൾ ശിരസിൽ നിന്നും കഴുത്തിൽ മുഖാന്തരം താഴോട്ടിറങ്ങുകയും അത് നമ്മളുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ വന്ന് അടിഞ്ഞുകൂടുകയും അതിൻ്റെ അവിടെ ആ ചീർമത ഉണ്ടാക്കുകയും വീർപ്പുണ്ടാക്കുകയും അപ്പം അവിടെ നീർക്കെട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ആ നീർക്കെട്ടുകൾ ഉണ്ടാക്കുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ജലം, അത് ശോഭം എന്ന് പറയും ആയുർവേദത്തിൽ. ശോഭം വരുമ്പോഴത്തേക്ക് അവിടെ എന്തുണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർവ്വ ശരീരവും സ്രോതസ്സുകൾ മുഖാന്തരമാണ്, ചാനൽസ് ഉണ്ട്. അപ്പം സൂക്ഷ്മവും സ്ഥൂലവുമായ ചെറിയ സെല്ലുകളാലാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ഈ സെല്ലുകളെല്ലാം വല്ലാണ്ട് ചീർത്ത് കഴിയുമ്പോഴത്തേക്ക് അവിടേക്കുള്ള വായുസഞ്ചാരവും രക്തഓട്ടവും തടസ്സപ്പെടുകയും ചെയ്യുന്നു. അഗ്നിയുടെ പ്രവർത്തനമാണ് അവിടെ ഈ വെള്ളം വരുമ്പോഴത്തേക്കിന് അഗ്നിയും ജലവും വിരുദ്ധമാണ്. അപ്പം വെള്ളം അഗ്നിനെ അണയ്ക്കുന്നു, അതേസമയം അഗ്നി ജലത്തിനെ നീരാവിയാക്കി വിടുകയും ചെയ്യുന്നുണ്ട്. അപ്പം ജലത്തിൻ്റെ ആധിക്യം വരുമ്പോഴത്തേക്ക്, കഫത്തിൻ്റെ ആധിക്യം വരുമ്പോൾ അപ്പം സ്രോതസ്സുകളിലെല്ലാം ഉള്ള അഗ്നിയുടെ പ്രവർത്തനം തടസ്സപ്പെടുന്നു. അപ്പം സ്വാഭാവികമായിട്ടുള്ള അവിടുത്തെ വായുസഞ്ചാരവും രക്തഓട്ടവും തടസ്സപ്പെടുകയും അപ്പം അത് നമുക്ക് രോഗമായി തീരുകയും ചെയ്യുന്നു. ഏത് അവയവത്തിലാണോ ഈ ദോഷങ്ങൾ, നീർക്കെട്ടുകൾ അധികം വന്നിരിക്കുന്നത്, അപ്പോൾ ആ അവയവത്തെ ആശ്രയിച്ചിട്ടുള്ള രോഗം നമുക്കുണ്ടാകുകയും നമ്മൾക്ക് അതുമാതിരിയുള്ള പലവിധ ഉപദ്രവങ്ങൾ നമുക്ക് സംഭവിക്കുകയും ചെയ്യുന്നു. ഈ നീർക്കെട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കഴുത്തിൻ്റെ പിന്നിൽ നിന്ന് കൂടി താഴേക്ക് നീരിറങ്ങും. അപ്പം കഴുത്ത് തിരിക്കാൻ വിഷമം, അതിനു മുമ്പ് തന്നെ നമുക്ക് തലവേദന, തുമ്മൽ, കഫക്കെട്ട്. അപ്പം ചിലർക്ക് അതാണ് സൈനസിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. കഫം വന്നിങ്ങനെ അടഞ്ഞിരിക്കുക. പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിൻ്റെയും സാധാരണ പ്രവർത്തനങ്ങളെ ഈ നീർക്കെട്ട് കൊണ്ട് തടസ്സപ്പെടുത്തുമ്പോഴത്തേക്കിന് നമുക്ക് രോഗം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ശിരസിൽ സഞ്ചയിക്കുന്ന ദോഷങ്ങൾ താഴോട്ടിറങ്ങുന്നു. അപ്പം കൈകാലുകളിൽ എവിടെയെങ്കിലും, അതായത് കഴുത്തിൻ്റെ പിന്നിൽ, തണ്ടലിൽ, തോൾസന്ധിയിൽ, കാൽമുട്ടിൽ, അരക്കെട്ടിൽ, കണങ്കാലിൽ എല്ലാം നീർക്കെട്ടുകൾ വരും. നീർക്കെട്ട് വന്ന് ആ സന്ധിനെ അങ്ങോട്ട് വീർപ്പിക്കും. അപ്പോൾ അത് ചലിപ്പിക്കാൻ വിഷമം വരും, അവിടെ നീര് വരും.
അപ്പം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ദോഷമാവും. അത് നമുക്ക് ലങ്സിലാവാം, നമുക്ക് അപ്പം ലങ്സിലായി കഴിയുമ്പോഴത്തേക്ക് എന്തുണ്ടാവുന്നത്, നമുക്ക് ശ്വാസം മുട്ടലുണ്ടാവുന്നു, ചുമയുണ്ടാവുന്നു, കഫക്കെട്ടുണ്ടാവുന്നു, വൈകുന്നേരം പനിക്കുന്നു, വിട്ടുമാറാത്ത ജലദോഷം, തുമ്മൽ, കഫക്കെട്ടുകൾ, പിന്നെ അതേപോലെ തന്നെ നമുക്ക് വയറിലാവുമ്പം ദഹനം പ്രക്രിയ തകരാറിലാവുന്നു. ഇതേപോലെ തന്നെ നമ്മുടെ ഏതൊക്കെ അവയവത്തിലാണോ ഈ നീർക്കെട്ടുണ്ടാവുന്നത് ആ അവയവത്തിൻ്റെ സാധാരണ പ്രവർത്തനം തടസ്സപ്പെടുന്നു. അപ്പോൾ അതിനെ ഈ തടസ്സപ്പെടുമ്പോഴത്തേക്ക് ആ അവയവത്തിനെ ആശ്രയിച്ചിട്ടുണ്ടാകുന്ന രോഗങ്ങൾ നമുക്ക് വരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ രോഗങ്ങളും നീർക്കെട്ടുകൾ കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ ആ നീർക്കെട്ടിനെ ഇല്ലാതാക്കുന്നതാണ് അതിൻ്റെ ഒരു ചികിത്സ. തലനീരക്കം പൊതുവിൽ രക്തദുഷ്ടി കൊണ്ട് വരുന്നൊരു അസുഖമാണ്. അതിൽ നമ്മൾ പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യുന്നത് കഫദോഷത്തിൻ്റെ ദുഷ്ടിയാണ്. അതെന്താണെന്ന് വെച്ചാൽ രക്തം ദുഷിച്ച് ശരീരത്തിൻ്റെ ഊർധ്വം അല്ലെങ്കിൽ മൂലം എന്ന് പറയുന്നത് ശിരസായിട്ടാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ശിരസിൽ നിന്ന് താഴേക്ക് ദുഷ്ടദോഷങ്ങൾ രക്തം വഴി താഴേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥയാണ് തലനീരിറക്കം എന്ന് പറയുന്നത്. അപ്പം അതിന് നമുക്ക് ലളിതമായി ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാവിധിയാണ് കബളം എന്ന് പറയുന്നത്. കബളവും ഗണ്ടൂഷവും നോർമലി ഓറൽ ക്യാവിറ്റിയിൽ അല്ലെങ്കിൽ വായ്ക്കുള്ളിൽ ഔഷധം നിറച്ച് വെച്ച് ചെയ്യുന്ന ക്രിയകളാണ്. അപ്പോൾ അതിൽ കബളത്തിൻ്റെയും ഗണ്ടൂഷത്തിൻ്റെയും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കബളത്തിൽ നമ്മൾ കുലുക്കുഴിയാൻ പറയും, വായ്ക്കകത്ത് ചലിപ്പിക്കാൻ പറയും ഔഷധം. ഗണ്ടൂഷമാണെങ്കിൽ വെറുതെ പിടിച്ച് വെക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ യുക്തി, ഗണ്ടൂഷം ബേസിക്കലി വാതദോഷത്തിനെ ഉദ്ദേശിച്ചാണ് നമ്മൾ ചെയ്യുന്നത്, കബളം കഫത്തെ ഉദ്ദേശിച്ചാണ്. അപ്പം തലനീരിറക്കത്തിൽ കഫദോഷത്തിൻ്റെ ആധിക്യമുള്ളത് കൊണ്ട് നമ്മൾ കബളമാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പം കബളം എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണാം. ആദ്യമായി രാസ്നാദി തളം വെച്ച് തുടങ്ങാം. അതിനുശേഷം രോഗിയെ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ കിടത്തിയിട്ട് മുഖത്തും നെറ്റിയിലും കഴുത്തിലുമായിട്ട് അഭ്യംഗം ചെയ്യേണ്ടതാണ്. ഇതിനുപയോഗിക്കുന്ന തൈലം നമുക്ക് ബേസിക്കലി കർപ്പൂരാദി ഒക്കെയാണ് നോർമലി എടുക്കാറുള്ളത്. അത് മൂർച്ഛിത തിലതൈലമായാലും കുഴപ്പമുണ്ടാവില്ല. ഏകദേശം 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ഒഴിച്ചിൽ ചെയ്യാവുന്നതാണ്. മുഖാഭ്യംഗത്തിന് ശേഷം രോഗിയെ പതുക്കെ എഴുന്നേൽപ്പിച്ചിരുത്തേണ്ടതാണ്. അതിനുശേഷം മുഖത്തും കഴുത്തിലും നമുക്ക് ബാഷ്പസ്വേദം കൊടുക്കാവുന്നതാണ്. ബാഷ്പസ്വേദം കൊടുക്കാനായിട്ട് ആദ്യം രോഗിയുടെ കണ്ണുകൾ രണ്ടും നനഞ്ഞ പഞ്ഞി വെച്ച് കെട്ടേണ്ടതാണ്. കാരണം നേത്രം പിത്തസ്ഥാനമായതുകൊണ്ട് നമ്മൾ ഉഷ്ണം കൊടുക്കുമ്പോൾ എപ്പോഴും അങ്ങനെ ചെയ്തിട്ടേ തുടങ്ങാൻ പാടുള്ളൂ. സ്വേദം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ കെട്ടഴിച്ചിട്ട് കബളത്തിനായിട്ടുള്ള ഔഷധദ്രവ്യം രോഗിക്ക് നൽകാവുന്നതാണ്. കബളത്തിന് സാധാരണയായിട്ട് മാത്ര പറയുന്നത് ഉത്തമ മാത്രമായിട്ട് വായുടെ അരഭാഗമാണ്. അതായത് വായുടെ കപ്പാസിറ്റിയുടെ അരഭാഗം, ഓറൽ ക്യാവിറ്റിയുടെ കപ്പാസിറ്റിയുടെ അരഭാഗമായിട്ടാണ് പറയുന്നത്. അതിൻ്റെ മധ്യമ മാത്രമായിട്ട് പറയുന്നത് വായുടെ 1/3 കപ്പാസിറ്റി. ഏറ്റവും കുറഞ്ഞ മാത്ര, അതായത് അവര മാത്രമായിട്ട് പറയുന്നത് വായുടെ 4/1, അതായത് വായുടെ 1/4 ഭാഗമാണ് അവര മാത്രമായിട്ട് പറയുന്നത്, ഏറ്റവും കുറഞ്ഞ മാത്രമായിട്ട് പറയുന്നത്.
ഇത് വായ്ക്കുള്ളിൽ ഏകദേശം 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ ഇങ്ങനെ കുലുക്കുഴിയാവുന്നതാണ്. രോഗിയുടെ ബുദ്ധിമുട്ട് കൂടുന്നതിനനുസരിച്ച്, അതായത് വായ്ക്കകത്ത് കഫത്തിൻ്റെ സ്രാവം ഉണ്ടാവും, നെറ്റിയിൽ നന്നായിട്ട് വിയർക്കും, രോഗി വല്ലാതെ ഒരു തളർന്ന അവസ്ഥയിൽ വരും. ആ അവസ്ഥയിൽ വരെ നമുക്കിത് ചെയ്യാവുന്നതാണ്. കവളം ബേസിക്കലി നമ്മൾ 4 വിധത്തിലാണ് ചെയ്യാറുള്ളത്. ഒന്ന് സ്നൈഹികമായി ചെയ്യുന്നുണ്ട്, ഒന്ന് ശോധനമായി ചെയ്യുന്നു, ഒന്ന് പ്രസാദനമായി ചെയ്യുന്നു, ഏറ്റവും ഒടുവിലായിട്ട് രോപണം. ഇങ്ങനെ 4 വിധത്തിലാണ്. അത് ഓരോന്നും ഓരോ ദോഷങ്ങളെ ഉദ്ദേശിച്ചാണ് നമ്മൾ ചെയ്യാറുള്ളത്. സ്നൈഹികമായി ചെയ്യുന്നത് വാതദോഷത്തിനെ ഉദ്ദേശിച്ചിട്ടാണ്, പ്രസാദനമായി ചെയ്യുന്നത് പിത്തദോഷത്തെ ഉദ്ദേശിച്ചും, ശോധനമായിട്ടുള്ളത് കഫത്തെ ഉദ്ദേശിച്ചും, രോപണമായിട്ടുള്ളത് വ്രണരോപണമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തലനീരിറക്കത്തിന് പൊതുവിൽ ശോധനമായിട്ടുള്ള കവളമാണ് പ്രയോജനപ്പെടുത്താറുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തതും ശോധനമായിട്ടുള്ള കവളമാണ്. അത് ബേസിക്കലി കഫത്തെ അലിയിച്ച്, ഇപ്പം ഓറൽ ക്യാവിറ്റിയിൽ മരുന്നിൻ്റെ ഒരു അബ്സോർപ്ഷൻ ഉണ്ടാവുന്നുണ്ട്, അതുവഴി മരുന്നിൻ്റെ ആക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ശിരസിലാണ് കഫം അധികമായി ഇളകിയിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ശിരസിൽ വെച്ച് തന്നെ ആ മരുന്നിൻ്റെ ആക്ഷൻ ഉണ്ടാവുന്നതുകൊണ്ട് കവളം പൊതുവിൽ ഒരു ലളിതമായിട്ടുള്ളൊരു ക്രിയാക്രമമായി തോന്നിയാലും അത് വളരെ ഫലപ്രദമായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ചികിത്സ എന്ന് പറയുമ്പോഴത്തേക്കിന് 2 തരത്തിലാണ് ചികിത്സ. ശോധനം എന്നും ശമനം എന്നും. അതായത് ലംഘനം എന്നും ബൃംഹണം എന്നും. അതേപോലെ വായുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ തകരാറുണ്ടാകുന്നത് ശരിക്കും വായു കോപിക്കുന്ന 2 തരത്തിൽ. എല്ലാ രോഗങ്ങളുടെയും പ്രധാന കാരണം വായുകോപ്പാണ്. അത് മാർഗതടസ്സം കൊണ്ട് കോപിക്കുന്നു, അതായത് ശരീരം ക്ഷീണിച്ചുകൊണ്ട് കോപിക്കുന്നു. അപ്പോൾ ഇവിടെ ശരിക്കും ഉണ്ടാകുന്നത് ഒരു ആവരണമാണ്. ആവരണം എന്ന് ഞങ്ങൾ പറയും. അത് അതൊരു ടെക്നിക്കൽ ടേമാണ്. കഫം വന്നിട്ട് വായുവിൻ്റെ സഞ്ചാര മാർഗങ്ങളെ തടസ്സപ്പെടുത്തുന്നു, ബ്ലോക്ക് ചെയ്യുമ്പോഴത്തേക്കിനാണ് ആവരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ മാറ്റാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ചികിത്സയാണ്, പഞ്ചകർമ്മത്തിൽ പറയുന്ന ഏറ്റവും നല്ലൊരു ചികിത്സയാണ് ശിരസിൽ പ്രയോഗിക്കുന്ന പലതരം ചികിത്സകൾ. അതായത് ശിരസിൽ ഉചിതമായിട്ടുള്ള എണ്ണ വെച്ച് നമുക്ക് നീർപ്പിടുത്തത്തിന് തളങ്ങൾ വെക്കാം, എണ്ണ വെക്കാം. അതേപോലെ തന്നെ നസ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം നസ്യം ചെയ്യുമ്പോഴത്തേക്കിനും കനോന്നത പ്രസന്ന ത്വക്സ്, അതായത് ഏറ്റവും പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും നല്ല ശുദ്ധിയാവും. അപ്പം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനവും മനസ്സിൻ്റെ പ്രവർത്തനവും ശരീരത്തിൻ്റെ പ്രവർത്തനവും എല്ലാം ശുദ്ധിയാവും. രക്തം പചനപ്രക്രിയനെ ശരിയാവുക, അഗ്നിനെ വർദ്ധിപ്പിക്കും. ആ ശിരസ് എന്നുള്ള ആ ശിരാകേന്ദ്രം, അതായത് മുമ്പേ ഞാൻ പറഞ്ഞ പോലെ വൃക്ഷത്തിൻ്റെ വേരിൽ പ്രയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു മരുന്നാണ്, ഒരു ചികിത്സാക്രമമാണ്, ശോധന ചികിത്സയാണ് ഈ നസ്യം. നസ്യം കൊണ്ട് കഫത്തിനെ എല്ലാം പോയി കഴിഞ്ഞാൽ, അതേപോലെ തന്നെ വമനവും അതേപോലെ തന്നെ രൂക്ഷസ്വേദങ്ങളൊക്കെ നമുക്ക് പല പ്രകാരേണ ചെയ്യാം. പിന്നെ കവളം ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഈ ഉദ്വർത്തനം ചെയ്യാം. അതായത് ജലത്തിനെ ആവിയാക്കി കളയാനുള്ളത് അഗ്നിയുടെ സാമർഥ്യം കൊണ്ട്, അഗ്നിയുടെ പ്രയോഗം കൊണ്ട് പല പ്രകാരേണ നമ്മൾ ചെയ്യുന്ന സ്വേദപ്രക്രിയകളുണ്ട്. മുമ്പേ ഞാൻ പറഞ്ഞു 2 തരത്തിലെ ചികിത്സയുണ്ട്. സ്വേദനമുണ്ട്, സ്തംഭനമുണ്ട്, ശോധനമുണ്ട്, ശമനമുണ്ട്, അതേപോലെ തന്നെ ഗ്രാഹിയുണ്ട്, ഭേദിയുണ്ട്. അപ്പം നമുക്ക് ഈ നീർക്കെട്ടുകളെ അലിയിച്ച് കളയാനായിട്ട് പല പ്രകാരേണ നമ്മൾ ദേഹത്തിൽ പ്രയോഗിക്കുന്ന പലതരം കിഴികൾ, അപ്പം എണ്ണ പുരട്ടാതെയുള്ള പലതരം കിഴികൾ കൊണ്ട് നീർക്കെട്ടെല്ലാം പോവും. അതേപോലെ തന്നെ പല പ്രകാരേണ രോഗിനെ വേർപ്പിക്കുക. അഗ്നിസമ്പർക്കം ഉണ്ടും അഗ്നിസമ്പർക്കം ഇല്ലാണ്ടും നമുക്ക് രോഗിനെ വേർപ്പിക്കാം. അത് അഗ്നിസമ്പർക്കം ഇല്ലാണ്ട് വേർപ്പിക്കുക എന്ന് പറയുന്നത് ചൂടുള്ള മരുന്നുകൾ കൊടുക്കാം. കുരുമുളക്, അങ്ങനെ ത്രികടു, അങ്ങനെ തുടങ്ങിയുള്ള മരുന്നുകളിട്ട് വെള്ളം തിളപ്പിച്ച് കൊടുക്കാം. പഞ്ചകോലത്തിൻ്റെ വെള്ളം അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേർക്കും. അപ്പം സ്വേദത്തിൻ്റെ പ്രവർത്തനത്തിനെ ശരിയാക്കുന്ന പലതരം മരുന്നുകൾ കൊടുത്തും ചികിത്സാക്രമങ്ങൾ കൊടുത്തും. അതായത് ഏറ്റവും നല്ലതാണ് പല പ്രകാരേണ രോഗിനെ ചൂടേൽപ്പിക്കുക. അതേപോലെ തന്നെ കാറ്റില്ലാത്ത മുറിയിൽ വെയിൽ കൊള്ളുക, വ്യായാമം ചെയ്യുക, കാറ്റില്ലാത്ത മുറിയിൽ അടച്ചു കിടക്കുക, ഇതെല്ലാം ഒരു പ്രയോഗമാണ്. പിന്നെ വിരേചനം ചെയ്യാം. തലനീരിറക്കത്തിന് നമ്മൾ സ്ഥാനികമായിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് അല്ലാതെ സർവ്വശരീരമായി ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റും വളരെ ഫലപ്രദമാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് രൂക്ഷസ്വേദം അല്ലെങ്കിൽ പൊടിക്കിഴി. നമുക്ക് 2 രീതിയിൽ പൊടിക്കിഴി ചെയ്യാം. സ്നിഗ്ധമായിട്ടും രൂക്ഷമായിട്ടും ചെയ്യാം. അതിൽ കഫത്തിൻ്റെയും ആമത്തിൻ്റെയും സംബന്ധമുള്ള കേസുകളിലെല്ലാം അല്ലെങ്കിൽ അസുഖങ്ങളിലെല്ലാം നമുക്ക് നോർമലി രൂക്ഷമായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പം രൂക്ഷമായിട്ടുള്ള പൊടിക്കിഴി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി രോഗിയെ പാത്തിയിൽ കാൽ നീട്ടിയിരുത്തി
നെറുകയിൽ രാസ്നാദി തളം വെക്കേണ്ടതാണ്. അതിനുശേഷം ഇളം ചൂടിൽ കിഴി ചൂടാക്കി സൗകര്യത്തിനനുസരിച്ച് ടെമ്പറേച്ചർ കൃത്യമായി അസസ് ചെയ്തതിന് ശേഷം രോഗിയുടെ ശരീരത്തിലേക്ക് കുത്തേണ്ടതാണ്. പൊതുവിൽ രോഗിയുടെ സന്ധികളിലായിട്ട് വട്ടത്തിലുള്ള മോഷനിലും മറ്റു ഭാഗങ്ങളിലായിട്ട് കുത്തുകയുമാണ് ചെയ്യേണ്ടത്. കിഴി കിഴി ചെയ്യുമ്പോൾ രോഗിക്ക് പൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രോഗിയെ ഇരുത്തി ചെയ്ത് കാലിലും കയ്യിലും ഒരുവിധം എല്ലാ ഭാഗങ്ങളിലും എത്തിയതിനു ശേഷം പതിയെ രോഗിയെ മലർത്തി കിടത്താവുന്നതാണ്. രോഗിയെ മലർത്തി കിടത്തി മാത്രമല്ല, നമ്മൾ അഭ്യംഗത്തിൽ ചെയ്യുന്ന എല്ലാ പൊസിഷനുകളിലും കിടത്തി ചെയ്യിക്കേണ്ടതാണ്. അത് ഒരു പൊസിഷൻ കമഴ്ത്തി കിടത്തിയുള്ള പൊസിഷൻ മാത്രം നമുക്ക് ഓപ്ഷണലാണ്. അത് എല്ലാവർക്കും ചെയ്യണം നിർബന്ധമല്ല. ഹൃദ്രോഗികളെ പോലുള്ള കണ്ടീഷൻസ് അസസ് ചെയ്തതിന് ശേഷം ആ കണ്ടീഷനുകളിൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. മലർന്നു കിടന്ന് എല്ലാ ഭാഗത്തും ചൂടെത്തിയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഇടതുവശത്തേക്ക് ചരിച്ച് കിടത്തേണ്ടതാണ്. കിഴികൾ പൊതുവിൽ ആയുർവേദത്തിൽ ഏറ്റവും അധികം ചെയ്യപ്പെടുന്ന ഒരു ക്രിയാക്രമമാണ്. കാരണം നമുക്കിപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് അത്യാവശ്യമായിട്ട് വേദന വന്ന് അക്യൂട്ട് പെയിനൊക്കെ ആയിട്ട് ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് കിഴി. അപ്പോൾ അത് പല വിധത്തിലായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. അത് എണ്ണ തേച്ചിട്ടുള്ള കിഴികളാണെന്നുണ്ടെങ്കിൽ വേദനയ്ക്ക് പെട്ടെന്ന് ശമനം കിട്ടുന്നതാണ്. പക്ഷേ അത് നീർക്കെട്ടോടുകൂടിയ വേദനയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ എണ്ണ തേക്കാൻ പാടില്ല. അവിടെ ആമത്വത്തിൻ്റെയും കഫത്തിൻ്റെയും സംബന്ധം ഉള്ളതുകൊണ്ട് എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഉള്ള വേദന പെട്ടെന്ന് കൂടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും രൂക്ഷസ്വേദമാണ് നമുക്ക് പെട്ടെന്ന് വേദന സംഹാരിയായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ചെരിഞ്ഞ് കിടന്നിട്ടുള്ള പൊസിഷനിൽ എല്ലാ ഭാഗത്തും എത്തിയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം കമഴ്ത്തി കിടത്താവുന്നതാണ്. പിൻഭാഗത്ത് കിഴി പൂർണ്ണമായി ചെയ്തതിന് ശേഷം വലതുവശത്തേക്ക് ചെരിച്ച് കിടത്തേണ്ടതാണ്. വലതുവശത്തെ കിഴി പൂർത്തിയാക്കി കഴിഞ്ഞാൽ രോഗിയെ മലർത്തി കിടത്താവുന്നതാണ്. കിഴിയുടെ അവസാന ഘട്ടത്തിൽ ഒരുവിധം എല്ലാ ഭാഗങ്ങളിലും കിഴിയുടെ ഔഷധവീര്യം എത്തുന്നതായിട്ട് ഉറപ്പുവരുത്തേണ്ടതാണ്. തലനീർക്കവുമായി ബന്ധപ്പെട്ട് ശരീരത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നീർക്കെട്ടും വേദനയും ഉണ്ടാകുന്നതാണ്. ഈ നീർക്കെട്ട് പൊതുവിൽ കഫത്തിൻ്റെയോ അല്ലെങ്കിൽ ആമത്തിൻ്റേതായിട്ടുള്ള സംബന്ധം കൊണ്ടുണ്ടാകുന്നതായിട്ടാണ് നമ്മുടെ ആയുർവേദ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് ഏറ്റവും അനുയോജ്യമായ ചികിത്സാവിധികൾ പൊതുവിൽ രൂക്ഷമായി ചെയ്യുന്ന ചികിത്സാവിധികളാണ്. അപ്പം അതിൽ
ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പൊടിക്കിഴി അല്ലെങ്കിൽ രൂക്ഷസ്വേദം. അത് ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ദുഷ്ടമായ ദോഷങ്ങൾ, നീർക്കെട്ടിൻ്റെ രൂപത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ദുഷ്ടമായ ദോഷങ്ങളെ വിലയനം ചെയ്യാൻ സഹായിക്കുകയും മാറ്റുവാൻ അല്ലെങ്കിൽ ശരീരത്തിന് പുറത്തേക്ക് കളയാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ്. അതുവഴി നീർക്കെട്ട് മൂലം അല്ലെങ്കിൽ തലനീരിറക്കം മൂലം ഉണ്ടാകുന്ന വേദനകൾക്കും നീർക്കെട്ടിനും ഒരു പരിധിവരെ ആശ്വാസം കിട്ടുന്നതാണ്. കൗടജത്രിപല, ദശമൂലഹരിതൈ, ചന്ദ്രപ്രഭ ഗുളിക, ഈ ബൃഹത് കട്പലാദി എന്നീ മരുന്നുകൾ നീർക്കെട്ടിന് വളരെ പ്രയോജനം ചെയ്യുന്ന മരുന്നുകളാണ്. ഈ മരുന്നുകളെ പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അഷ്ടാംഗ ഹൃദയം പാണ്ഡുരോഗ ചികിത്സയിൽ പറയുന്ന കൗടജത്രിപല എന്ന ഔഷധയോഗമാണ്. ഇതിലെ പ്രധാന ഔഷധ ഘടകങ്ങൾ കുടകപ്പാലത്തൊലി, കടുക്ക, നെല്ലിക്ക, താന്നിക്ക, ചുക്ക്, മുത്തങ്ങ, കർക്കടക ശൃംഗി, പടവലം, കണ്ടകാരിച്ചുണ്ട, കന്മദം, തിപ്പലി, കുവനൂർ. ഇതിൻ്റെ നിർമ്മാണ വിധി കുടകപ്പാലത്തൊലി, കടുക്ക, നെല്ലിക്ക, താന്നിക്ക, ചുക്ക്, മുത്തങ്ങ, പടവലം എന്നിവ 8 ഇരട്ടി വെള്ളത്തിൽ കഷായം വെച്ച് 8-1 വറ്റിച്ച് ആ കഷായത്തിൽ കന്മദം 10 പ്രാവശ്യം ഭാവന ചെയ്തെടുത്ത് അതിൽ ലേഹ്യത്തിന് വേണ്ട പഞ്ചസാര, വംശലോചന എന്നിവ ചേർത്ത് ബാക്കി പൊടിമരുന്നുകളായ പിപ്പലി, കർക്കടക ശൃംഗി, കണ്ടകാരി എന്നിവ ചേർത്ത് ലേഹ്യമാക്കുന്നു. ഈ ഔഷധയോഗം പ്രധാനമായും ഉപയോഗിക്കുന്നത് പാണ്ഡുരോഗം, ശരീരമാകമാനമുണ്ടാകുന്ന നീര്, അർശസ്, ഭഗന്ധരം എന്നീ രോഗങ്ങൾക്കാണ്. ഈ ഔഷധയോഗം തലനീരിറക്കം മുതലായ ശിരോരോഗങ്ങൾക്ക് അത്യുത്തമമാണ്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അഷ്ടാംഗ ഹൃദയം ശ്വൈതു ചികിത്സയിലെ ദശമൂല ഹരിതകി എന്ന ലേഹയോഗമാണ്. ദശമൂല ഹരിതകി യോഗത്തിലെ പ്രധാന ഔഷധ ഘടകങ്ങൾ ഇവയാണ്: ചുക്ക്, കുരുമുളക്, തിപ്പലി, കടുക്ക, ചവർക്കാരം, ശർക്കര, തേൻ, ഏലം, ഇലവങ്ങപ്പട്ട. ഈ യോഗത്തിൻ്റെ നിർമ്മാണ വിധി ദശമൂല ഗണത്തിൽപ്പെട്ട ഔഷധങ്ങൾ കഴുകി ചതച്ച് കഷായം വെച്ച് അതിൽ 100 കടുക്ക വേവിച്ച് അതും ശർക്കര പാവ് കാച്ചി ലേഹ്യപരുവത്തിൽ പാവ് കാച്ചി അതിൽ നമ്മൾ പൊടിമരുന്നുകളായ ചുക്ക, കുരുമുളക്, തിപ്പലി, ഏലത്തിരി, ഇലവങ്ങപ്പട്ട എന്നിവയും ചേർത്ത് ലേഹം പാകം ചെയ്തതിന് ശേഷം തണുത്തിട്ട് നമ്മൾ യുക്തമായ അളവിൽ തേനും ചേർത്ത് ദശമൂല ഹരിതകി ലേഹ്യം പ്രിപ്പയർ ചെയ്യും. ദശമൂല ഹരിതകി എന്ന ഈ ഔഷധയോഗം ശരീരത്തിൽ വർദ്ധിച്ചിരിക്കുന്ന നീരിനും ആമവാദം, രക്തപിത്തം, അമ്ലപിത്തം, ജ്വരം, പാണ്ഡു എന്നിവയ്ക്കും വളരെ അത്യുത്തമമാണ്. ഇത് തലനീരിറക്കത്തിനും വളരെ ഉത്തമമായ ഔഷധയോഗമാണ്. കഫത്തിനെ വർദ്ധിപ്പിക്കാത്ത ആഹാരങ്ങൾ നമ്മൾ ശീലിക്കണം. അപ്പോൾ എരിവ്, പുളി, ഉപ്പ്, എണ്ണ, മധുരം അതൊക്കെ നന്നായി കുറയ്ക്കുക. മധുര സാധനങ്ങളുടെ അമിത ഉപയോഗം നമ്മൾക്ക് കഫം കണ്ടമാനം വർദ്ധിക്കും. പഴം നല്ലതാണെന്ന് പറഞ്ഞാൽ പഴം അധികം കഴിച്ചു കഴിഞ്ഞാൽ അതും കഫത്തിനെ വർദ്ധിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ കഫത്തിനെ വർദ്ധിപ്പിക്കുന്നതാണ് മധുര സാധനങ്ങൾ. പിന്നെ കൃത്യമായി വ്യായാമം ചെയ്യുക. മധുര സാധനങ്ങൾ എരിവ്, പുളി, ഉപ്പ് ഒക്കെ അധികം ഉപയോഗിച്ച് കഴിഞ്ഞാൽ രക്തത്തിൻ്റെ ക്വാളിറ്റി തന്നെ ഇല്ലാണ്ടാവും, പിത്തത്തിൻ്റെ ക്വാളിറ്റി ഇല്ലാണ്ടാവും. അപ്പോൾ അഗ്നിയുടെ പ്രവർത്തനം തകരാറിലാവും. അതുകൊണ്ട് അതിനെയൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യുക. നേരത്തിന് ഭക്ഷണം കഴിക്കുക. ഇടനേരങ്ങളിൽ ഒരു നേരം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ദഹിച്ച് ശരീരത്തിലേക്ക് വലിച്ചെടുത്തതിന് ശേഷം അടുത്ത നേരം ഭക്ഷണം കഴിക്കുക. പിന്നെ വ്യായാമം ചെയ്യുക, ശരിക്കും ഉറങ്ങുക, മലമൂത്ര വിസർജനങ്ങൾ യഥാസമയം നിർവഹിക്കുക. അതിന് തോന്നിക്കഴിഞ്ഞാൽ അത് ഉടനെ പിടിച്ചു വയ്ക്കാണ്ടിരിക്കുക. ഇത്രയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ നീരിറക്കത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പിന്നെ സന്ധ്യ കഴിഞ്ഞ് തല കുളിക്കരുത്. തലയിൽ ഉചിതമായിട്ടുള്ള ഏതെങ്കിലും നല്ല നീർപ്പിടുത്തമുള്ള ഒരു എണ്ണ തലയ്ക്ക് വെച്ച് ശീലിക്കുന്നത് നല്ലതാണ്. അപ്പം വ്യായാമമാണ്. ചൂടുവെള്ളം നല്ലോണം കുടിക്കുക, നേരത്തിന് ഭക്ഷണം, ഇടനേരങ്ങളിൽ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, രാത്രി ഉറക്കം ഉളയ്ക്കാണ്ടിരിക്കുക, വേഗങ്ങളെ തടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പം മലമൂത്ര വിസർജനങ്ങളെ തടഞ്ഞു വെക്കാണ്ടിരിക്കുക. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നീരിറക്കത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കാവുന്നതാണ്. सर्वेषां स्वस्तिर्भवतु, सर्वेषां स्वस्तिर्भवतु, सर्वेषां शान्तिर्भवतु, सर्वेषां शान्तिर्भवतु, सर्वेषां पूर्णं भवतु.
सर्वेषां मङ्गलं भवतु सर्वे भवन्तु सुखिनः